ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും വീടെക് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും വീടെക് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഗായ്സ്, നമ്മൾ തോന്നുള്ളത് ഒരു കിടിലം ബൈക്ക് ആയിട്ടാണ്. ഒരു 2000-2005 കാലഘട്ടത്തിലൊക്കെ ഈ കേരളം ഭരിച്ചിരുന്ന ഒരു കിടിലം മുതലാണിത്. ഈ വണ്ടി ആഗ്രഹിക്കാത്ത അന്നത്തെ കാലഘട്ടത്തെ ചെറുപ്പക്കാരൊന്നുമില്ല. ഈ വണ്ടിമേ പോവാത്ത ആൾക്കാരും കുറവാണ്. ഒന്നില്ലെങ്കിൽ ലിഫ്റ്റ് അടിച്ച് പോലും പോയിട്ടുണ്ടാവും. പണ്ടൊക്കെ ഗൾഫിൽ നിന്ന് വന്ന മാമന്മാരുടെ കയ്യിലാണ് ഈ ബൈക്ക് അധികം കാണാറ്. അന്ന് റോട്ടിൽ കൂടെ കാണുമ്പോൾ ഒരു വികാര, എന്നേലും ഒരു ഇതിൻ്റെ ടാങ്കിൻ്റെ പുറത്തൊന്ന് ഇരുന്ന് പോകാനുള്ള ആഗ്രഹം. അങ്ങനെ ഞാൻ ചെറുപ്പത്തിൽ അതായത് ഒരു LKG UKG പഠിക്കുന്ന കാലത്ത് എൻ്റെ വാപ്പ ഈ വണ്ടി റെൻറ്റിനെടുത്ത്. അന്നൊക്കെ ഈ ഒരു മാസത്തേക്ക് വാപ്പ ഗൾഫിൽ നിന്ന് വരുന്ന ടൈമിൽ റെൻറ്റ് 4000-5000 രൂപ അങ്ങനെ എന്തൊക്കെയാണ് വന്നിരുന്നത്. എനിക്കത് നല്ല ഓർമ്മയുണ്ട്. എന്നിട്ട് വാപ്പ നാട്ടിൽ വരുമ്പോഴാണ് ഇതിൻ്റെ ടാങ്കിൻ്റെ പുറത്തിരുന്നിട്ട് ഒരു റൈഡ് ഉണ്ട് മോനെ. അതിൻ്റെ വൈബ്രേഷൻ നമ്മളെ അന്ന് കയറിയതാണ് വണ്ടിപ്പിരാന്ത്. ഒരു കിടിലം ബൈക്കിന് കേട്ടോ. എമ്മാതിരി ഗ്ലാമറ. ഇന്നും നമ്മളെ ചെറുപ്പക്കാരുടെ ഇടയിൽ ഇന്നൊരു വികാരം തന്നെ. ഇന്നും റൈഡിങ് കംഫോർട്ട്, നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു എഞ്ചിനാണ് ഇതിൻ്റെ വരുന്നത്. ഹീറോ ഹോണ്ടൻ്റെ വണ്ടി കാണാൻ തന്നെ എന്ത് ഗ്ലാമറ. ഈ റെഡ് ആൻഡ് ബ്ലാക്ക് മെറ്റീരിയലിലെ ഫുള്ളി ഫൈബർ മെറ്റലാട്ടോ. ടാങ്ക് മാത്രമാണ് ഒരു എന്താ പറയുക ഇരുമ്പിൻ്റെ അയൺ ടൈപ്പായിട്ടുള്ള വരുന്നത്. ബാക്കിയൊക്കെ ഫ്രണ്ടിൻ്റെ ഒരു ലുക്ക് ഇങ്ങനെ കേട്ടോ. ഈ വണ്ടിനെ കുറിച്ച് പറയുകയാണെന്ന് വെച്ചാൽ ഹീറോ ഹോണ്ട എന്നുള്ള, ഇപ്പോൾ തെറ്റിപ്പിരിഞ്ഞ് ഹീറോ ഹോണ്ട വേറെ ആയി. അന്ന് ഹീറോ ഹോണ്ട അന്നത്തെ കാലത്ത് എല്ലാവരും ഒരു വികാരമായിട്ട് കേരളത്തിലെല്ലാവരെയും ഒരു അന്നത്തെ കാലത്തെ ചെറുപ്പക്കാരുടെ ഒക്കെ ഒരു ഏറ്റവും ലുക്ക്, അത് ഏത് പുറത്ത് നോക്കുകയാണെങ്കിലും ഒരു ക്യൂട്ടാണ് ബൈക്ക്. എനിക്ക് ഇപ്പോഴും ഇന്നത്തെ കാലത്ത് പാഷൻ പ്ലസ് അത്ര ഇഷ്ടപ്പെട്ടൊരു ബൈക്കാണ് ഹീറോ ഹോണ്ട പാഷൻ പ്ലസ് എന്ന് പറഞ്ഞാൽ. അന്നത്തെ ഒരു വികാരം തന്നെയായിരുന്നു. അപ്പോൾ ബാക്ക് വ്യൂ ഇങ്ങനെ കേട്ടോ. ഇടയ്ക്ക് നമ്മളെ ഇൻഡിക്കേറ്റർ ഒന്ന് തൂങ്ങി അടിയിലേക്ക് ചാടുക, നമ്മൾ സൂപ്പർ ഗ്ലൂ അടിച്ചിട്ട് ഒന്ന് ഫിക്സ് ചെയ്യും. അപ്പോൾ അങ്ങനെ നമ്മളെ വണ്ടീൻ്റെ സീറ്റും കാര്യങ്ങളൊക്കെ ഭയങ്കര റൈഡിങ് കംഫോർട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കയറിയിരുന്നാൽ തന്നെ എന്താ പറയുക, നമുക്ക് ഹാൻഡിലൊക്കെ പക്കയായിട്ടാണ് നമ്മൾ ഒരു റൈഡിങ് കംഫോർട്ട് തന്നെയായിരിക്കും. അപ്പോൾ ഇതിൻ്റെയൊക്കെ കൺസോൾ ഇങ്ങനെ വരുന്നത് ഒരു ക്ലാസിക് ടൈപ്പ് കൺസോളാണ് ഇതിലുള്ളത്. ഒരു ഡിജിറ്റൽ ടൈപ്പ് ഒന്നുമല്ല, അന്നത്തെ കാലത്തെ ക്ലാസിക് ടൈപ്പ്. അതായത് അനലോഗും കാര്യങ്ങളും പിന്നെ പെട്രോളിൻ്റെ ഫ്യൂലും കാണിക്കണേ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കയറി എന്നുള്ളൊരു വ്യൂ കിട്ടുക നമുക്ക് വണ്ടിനെ കുറിച്ചിട്ട്. നമുക്ക് മറന്നുപോയ സൗണ്ട് ഒന്നുകൂടി ഒന്ന് കേട്ടൊക്കെ ആ പെട്രോളിൻ്റെ റോസ്. ഇന്നും പാഷൻ പ്ലസ് പറഞ്ഞാൽ എനിക്കൊരു വികാരം തന്നെ. ഇന്ന് എൻ്റെ കയ്യിൽ പല ബൈക്ക് ഓടിച്ചതിന് ശേഷം ഇന്നത്തെ ബൈക്കിനൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇന്ന് ഭയങ്കര എന്താ പറയുക, ടെക്നോളജി വൈസും കാര്യങ്ങളൊക്കെ വളർന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇപ്പോഴത്തെ ബൈക്കും ഇതുമായിട്ട് കമ്പയർ ചെയ്യാനൊന്നും പറ്റില്ല. എന്നാൽ ഇന്നും ഇതിൻ്റെ റൈഡിങ് കംഫോർട്ട് അടിപൊളിയാണ്. ഞാൻ ഇപ്പോൾ പോലും ഇത് ഓടിച്ച് നോക്കിയിട്ടുണ്ട്. എനിക്ക് ഓടിച്ച് നോക്കിയപ്പോൾ ഇന്നും ഇന്നത്തെ ഓടുന്ന പല വണ്ടിക്കില്ലാത്ത ടൈപ്പുള്ള ഒരു സുഖം ഈ വണ്ടീൻ്റെ പുറത്തുണ്ട്. ഇതിൻ്റെ സീറ്റിൻ്റെ പുറത്തിരുന്നാൽ കറക്റ്റ് പക്ക റൈഡിങ് കംഫോർട്ടാണ്. കറക്റ്റ് ഹാൻഡിൽ പൊസിഷനാണ് ഈ വണ്ടിക്ക് വരുന്നത്. പിന്നെ അന്നത്തെ കാലത്ത് എന്ന് വെച്ചാൽ 60 കിലോമീറ്ററിൻ്റെ അടുത്ത് മൈലേജ് കിട്ടുന്ന ഒരു ഡെയിലി യൂസ് ബൈക്കായിരുന്നു. എത്ര ഓടിച്ചാലും നമുക്ക് മതിയാവില്ല. അപ്പോൾ ഇതിൻ്റെ ഫ്യൂവൽ റിസർവൊക്കെ ആക്കണ സ്വിച്ച് ഇതാണ് കേട്ടോ. എൻജിൻ എന്നൊക്കെ പറഞ്ഞാൽ പക്ക എൻജിനാണ്. ഇതിലും കൂടുതൽ റിലയബിളായിട്ട് ഏത് ബൈക്ക് ഓടും. ടൊയോട്ട ഓടണ പോലെ ഇത് ഓടും. അങ്ങനെ ഇതിൻ്റെ ഓയിൽ എന്തെങ്കിലും കൊല്ലത്തിലൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്താൽ മതി. ആ ഓയിൽ വണ്ടി മച്ചാൻ ഓടി തളരണവരെയും ഇതിൽ മോസ്റ്റ് റിലയബിൾ ആയിട്ടുള്ള ഒരു ബൈക്ക് വേറെ ഏതെങ്കിലും കാണിക്കാൻ പറ്റും. അപ്പോൾ ഗൈസ്, ഈ വണ്ടിയൊക്കെ ഏകദേശം ഇന്ന് ഒരു 8000, 9000, 10000, ഒരു 15000 രൂപയിലൊക്കെ ഉള്ളിൽ ഒരു നല്ല കിടിലം ബൈക്കിന് നമുക്ക് സെക്കൻഡ്സ് വാങ്ങിയെടുത്തിട്ട് ഫുള്ളി റീസ്റ്റോർ ചെയ്തിട്ട് നല്ല അടിപൊളി നല്ല കിടിലം ലുക്കിൽ നമുക്ക് ഈ വണ്ടി കൊണ്ടു നടക്കാമെന്നുള്ളത്. അതും ഇന്നത്തെ കാലത്തായിട്ട് മുട്ടി നിൽക്കാൻ പറ്റുന്ന പല വണ്ടിയായിട്ട് ഇത് മുട്ടി നിൽക്കാനുള്ള അങ്ങനെ അത്യാവശ്യം നല്ലൊരു മൈലേജ് തന്നെ ഈ വണ്ടിക്കുണ്ട്. ഏകദേശം ഇങ്ങനെ പോയാലൊരു 55-60 അത്ര റേഞ്ച് മൈലേജ്. പിന്നെ നമുക്ക് ഡെയിലി ഓടിച്ചു പോകാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. നമുക്ക് ഒരിക്കലും മട്ടിക്കില്ല. കാരണം 4 ഗിയർ വന്നെങ്കിലും 4ാമത്തെ ഗിയറിൽ നമ്മൾ എത്ര പറപ്പിച്ചിട്ടാലും വണ്ടി അതിനുള്ള ആ ഒരു വെയിറ്റ് റേഷ്യോ ഉള്ളു ഈ വണ്ടിക്ക് വരുന്നത്. ആക്സിലറേഷൻ കൊടുത്ത പാട് വണ്ടി അങ്ങനെ മുരളിച്ച ഒച്ചയോടെ വണ്ടി ഹൈവേയിലൊക്കെ കത്തി കയറും ഗൈസ്. കാരണം ഇന്നും കൂടി ഓടിച്ചിട്ട് നമുക്കിങ്ങനെ ആലോചിച്ച് അന്നത്തെ കാലഘട്ടത്തിലും ഇത്രയും ചെറിയ CCയിൽ വരുന്ന ഈ ബൈക്കിന് ഇത്രയും പവർ ഉണ്ടായിരുന്നോ എന്ന്.
അപ്പോൾ ഗൈസ് ഇതൊരു 100cc ബൈക്കാണ്. അതായത് ഒരു ഏകദേശം ഒരു 97cc ഒക്കെയാണ് ഇതിൽ കിവി കപ്പാസിറ്റി ഉള്ളൊരു ബൈക്കാണ്. എന്നാൽ പോലും ഈ വണ്ടിക്ക് അത്രയും നല്ലൊരു പവർ തന്നെ ഈ വണ്ടിക്ക് അന്നത്തെ കാലത്ത് കൊടുത്തിട്ടുണ്ട്. അന്ന് ഇതിൻ്റെ മണ്ടയിലിരുന്ന് പോകാമെന്നൊക്കെ പറഞ്ഞാൽ അതൊരു ഭാഗ്യം തന്നെ. ഏത് മലയാളിക്ക് അന്ന് പാഷൻ പ്ലസ് ആഗ്രഹിക്കാത്തതോ അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ബുള്ളറ്റ് വാങ്ങാൻ ആഗ്രഹിക്കണ പോലെ അന്നത്തെ കോളേജ് പഠിക്കുന്ന പിള്ളേരൊക്കെ ഓടിക്കാൻ ആഗ്രഹിച്ചിരുന്നൊരു ബൈക്കാണ്. അന്ന് ഞാൻ ചെറിയ കുട്ടിയായിരുന്നു. ഇന്ന് ഞാൻ അത് ഓടിക്കാനുള്ളൊരു ഭാഗ്യം എനിക്ക് ഉണ്ടായതിൽ കാരണം വെച്ചാൽ അത് ഇത്ര റിലയബിൾ ആയുള്ളതാണ്. 10-20 കൊല്ലത്തിന് ശേഷം അന്ന് ഞാൻ ചെറിയ കുട്ടിയായിരുന്നു, ഇന്ന് ഞാൻ കോളേജ് പഠിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇന്നും ഞാൻ ഹൈവേ കൂടെ ഈ പറത്താൻ പറ്റുന്നതിൻ്റെ ഭാഗ്യം എന്ന് വെച്ചാൽ ആ വണ്ടി റിലയബിൾ അല്ലെങ്കിൽ എനിക്കിന്ന് ഇതേപോലെ ഓടിക്കാൻ പറ്റുമോ? പറ്റില്ല, ഒരിക്കലും പറ്റില്ല. അപ്പോൾ അതൊക്കെ ഒരു ഭാഗ്യമാണ്. അതൊക്കെ റയർ ബൈക്കുകളുള്ളൂ ഇതേപോലെ ലോങ് ലാസ്റ്റ് ചെയ്ത്. ഇത് ഇനിയും ഒന്ന് സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ 10-15 കൊല്ലം സുഖമായിട്ട് ഈ ബൈക്കിന് ഓടും. ഒന്ന് ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഒന്ന് റീസ്റ്റോറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ വണ്ടി പൊട്ട് പോലെ അടിക്കും. ഹൈവേയിലൊക്കെ അടിപൊളി ഉണ്ടോ, കാരണം ഇതിൻ്റെ സൗണ്ട് കാണിച്ചു തരാം. ഹൈവേയിലൊക്കെ ഉണ്ടല്ലേ പക്ക കംഫോർട്ടാണ് വണ്ടി ഓടിക്കുക. ഡെയിലി യൂസിന് ഒരു പക്ക ഒരു 8-9 രൂപ കൊടുത്താൽ ഇപ്പോഴും OLX-ലൊക്കെ ഈ ബൈക്ക് ധാരാളം ലഭിക്കുന്നുണ്ട്. നമുക്ക് ഒന്ന് മേടിച്ചെടുത്തൊന്ന് റീസ്റ്റോർ ചെയ്തൂടെ? ഒരു പുനർജന്മം കൊടുക്കുന്ന പോലെ നമുക്കൊരു വണ്ടിക്ക് അത്രയ്ക്ക് ഇഷ്ടം കേട്ടോ. ഞാൻ ഇനി അടുത്തൊരു എമൗണ്ട് വരികയാണെങ്കിൽ ഈ ഒരു ബൈക്ക് വാങ്ങി നമ്മൾ വീട്ടിൽ ഇട്ടിരിക്കും എൻ്റെ വാപ്പാക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇൻഷാ അള്ളാ. അപ്പോൾ ഗായ്സ് നിങ്ങൾക്ക് ഇത് ഓടിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എവിടെ നിന്നെല്ലാം കിട്ടുമ്പോൾ ഒരു ഫ്രണ്ട്സിൻ്റെ അടുത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചോദിച്ച് ഓടിച്ച് നോക്കണ്ടേ. ഇന്നും ഈ വണ്ടി പുലിക്കുട്ടി തന്നെ കേട്ടോ. ഈ 97cc വരുന്ന, അതായത് 100cc എന്ന് പറയുന്നത് 97cc വരുന്ന ഈ കിവി കപ്പാസിറ്റി വരുന്ന ഈ ഒരു എഞ്ചിനുള്ള ഈ ബൈക്ക്, അതായത് 4 സ്ട്രോക്ക് ബൈക്കാണിത്. സിംഗിൾ സിലിണ്ടറാണ് ഇതിന് വരുന്നത്. 4 സ്ട്രോക്ക് ആയിട്ടുള്ള ഇത്രയും, അതായത് ഒരു റയർ ബൈക്കാണ്. ഇതിൻ്റെ എൻജിൻ എന്നൊക്കെ വെച്ചാൽ അത്രയും അൺബിലീവബിൾ റിലയബിൾ ബൈക്കാണിത്. കാരണം ഇതൊന്നും പറയല്ല, ഓടിച്ചു ഹൈവേ കൂടെ ആണെങ്കിലും നമ്മളെ നാട്ടും പുറത്തു കൂടെ ഓടിച്ച് കൊണ്ടുനടക്കാൻ പറ്റിയൊരു പെർഫെക്റ്റ് ബൈക്കാണിത്. ഇപ്പോൾ ലുക്ക് വൈസ് ആണെങ്കിലും വണ്ടി ഒന്ന് റീസ്റ്റോർ ചെയ്ത് കുട്ടപ്പനാക്കി എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അടിച്ച് പൊളിച്ച് നടക്കാം റോട്ടിലൂടെ. ഇപ്പോൾ ഹൈവേ കൂടെ പറത്തിന് കാണിച്ചാണ്. അപ്പോൾ ഗൈസ് നമ്മളെ ഹൈവേ എന്നല്ല, നമ്മളെ സാധാരണ ഈ റോഡ് കൂടെയൊക്കെ കട്ട് റോഡ് കൂടെയൊക്കെ ആണല്ലോ അടിപൊളിയായിട്ട് സസ്പെൻഷനുകാർക്ക് ഇന്നും അടിപൊളിയാണ് കേട്ടോ. വണ്ടിൻ്റെ സീറ്റ് എന്നൊക്കെ പറഞ്ഞാൽ പക്ക റൈഡിങ് പൊസിഷനാണ്. നമ്മളെ ഹാൻഡിലുമൊക്കെ കറക്റ്റ് ബെൻഡ് ചെയ്തിരിക്കേണ്ട ആവശ്യം പോലും ഇല്ല. നമുക്ക് അടിച്ച് പൊളിച്ച് നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു ബൈക്കാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടവരെല്ലാവരും ഇതൊന്ന് മേടിച്ച്, ഇഷ്ടപ്പെട്ടവർ ചെറിയ ബഡ്ജറ്റുള്ള ഏകദേശം ഒരു 8-9 രൂപ നാട്ടിൽ നമ്മളൊരു ചൈന ഫോൺ വാങ്ങണ റേറ്റ് ആകണമല്ലോ ഈ ഒരു ബൈക്ക് വാങ്ങിയിട്ട് വീട്ടിലിടാൻ പറ്റുകയാണെങ്കിൽ. ആഗ്രഹമുള്ളവരൊക്കെ വന്ന് നല്ല മൈലേജ് ഇടുന്ന ബൈക്കാണ്. അപ്പോൾ വാല്യൂ ഫോർ മണി ആയിരിക്കും. ഇപ്പോൾ റിന്യൂവൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ആ റിന്യൂവലും ചെയ്തിട്ട് നല്ല കുട്ടപ്പനാക്കി വെച്ച് 5 കൊല്ലത്തൊക്കെ അടിച്ച് പൊളിച്ച് നമുക്ക് ഓടിച്ച് കൊണ്ടുപോകാൻ പറ്റിയൊരു നല്ലൊരു ബൈക്കാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടവരെല്ലാവരും അതൊക്കെ ഒന്ന് വാങ്ങി യൂസ് ചെയ്യുക. അങ്ങനെ നമുക്ക് വേറെ വണ്ടിക്കൊരു പുനർജന്മം കൊടുക്കാവുന്നതാണ്. പഴയ കാലഘട്ടത്തെ ഒരു കിങ്ങാണ്. ഇന്നും ആ കിങ്ങിന് രാജകീയമായിട്ട് തന്നെ ബൈക്ക് പോകുന്നുണ്ട്. ഇപ്പോൾ ഹീറോ ഹോണ്ടൻ്റെ ഒക്കെ ഒരു റയർ പീസാണ്. ലുക്ക് വൈസും അടിപൊളിയാണ്, പെർഫോമൻസ് വൈസും അടിപൊളിയാണ്. റിലയബിളിൻ്റെ കാലത്ത് ഒന്നും പറയില്ല, ടൊയോട്ടൻ്റെ ഇന്നോവ പോലെ അത്ര പറയുള്ളൂ. എല്ലാം കൊണ്ടും അന്നത്തെ കാലഘട്ടത്തിലെ ബെറ്റർ വേറൊരു ബൈക്ക് അന്നത്തെ കാലത്ത് ഇത്രയും കേരള മനസ്സിൽ കേരളത്തിലെ പിള്ളേരുടെ അല്ലെങ്കിൽ കേരളത്തിലെ ഏതൊരു മനുഷ്യൻ്റെയും വികാരം അല്ലെങ്കിൽ ഒരാഗ്രഹമായിരുന്നു ഈ ബൈക്ക് ഒന്ന് നേടണം എന്നുള്ള കാര്യം. ഗൈസ് എല്ലാവർക്കും ഈ ബൈക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് ഈ ബൈക്കിനെ ഭയങ്കര ഇഷ്ടം കേട്ടോ. ചെറുപ്പത്തിലൊരു ആഗ്രഹമായിരുന്നു ഇതൊന്ന് ഓടിക്കണം, ഇതിൻ്റെ പുറത്തൊന്ന് ഇരിക്കണം. വാപ്പ വരുമ്പോൾ വാപ്പാൻ്റെ ഫ്രണ്ട്സിനെ കൂടി വാപ്പയൊക്കെ സ്പീഡിൽ പോകുമ്പോൾ വാപ്പയൊക്കെ ഹീറോ ആയിരുന്നു. അപ്പോൾ അന്നത്തെ കാലത്ത് അതിൻ്റെ പെട്രോളിൻ്റെ മണം, ഈ ടാങ്കിൻ്റെ പുറത്തിരുന്നുള്ള വിരുന്ന് പോക്കും, അതൊക്കെ ഒരു പ്രത്യേക ഒരു വൈബിനൊക്കെ കേരളത്തിലെ 2K അല്ലെങ്കിൽ ഒരു 19s കിഡിനൊക്കെ പ്രത്യേകിച്ച് ഒരു ഓർത്ത് വെക്കാൻ പറ്റിയ രീതിയിലുള്ള ഒരു ഓർമ്മകളാണ് ഈ പാഷൻ പ്ലസ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വികാരം തന്നെയാണ്. പല ഓർമ്മകളാണ് ഈ ബൈക്കിൻ്റെ പുറത്തുള്ളത്. അപ്പോൾ ഇന്ന് വലുതായപ്പോഴും ഇന്ന് ഈ ബൈക്ക് ഓടിക്കാനുള്ളൊരു ഭാഗ്യം കിട്ടിയല്ലോ.
അതൊരു അടിപൊളി ഫീലിംഗ് ആണ് കേട്ടോ, വേറൊന്നും പറയല്ല. അതൊരു വണ്ടീനെ സ്നേഹിക്കുന്നവർക്ക് അത് പറയാൻ പറ്റുള്ളൂ. അത്രയും നല്ലൊരു ഫീലിംഗ് ആണ് എനിക്ക് പറയുന്നത്. അപ്പോൾ ഗൈസ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. നമ്മളെ പാഷൻ പ്ലസിനെ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അപ്പോൾ ഗൈസ് നമുക്ക് എന്തെങ്കിലും വീഡിയോയിൽ തെറ്റുപറ്റുണ്ടെങ്കിലും ക്ഷമിക്കണം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. സീ യു നെക്സ്റ്റ് ടൈം. ബൈ.